ഡെയിലി 6 മണിയായ പുല്ലിൽ ആന. 6 മണിക്ക് വൈകുന്നേരം 6 മണിയായ പുല്ലിൽ 4 എണ്ണം 8 എണ്ണം 10 എണ്ണം. ഇപ്പോൾ താഴെ കാണിച്ചാൽ അവിടെ ഇല്ല, പുരേക്കറ പുല്ല് തീർന്നു. ആന ഓടിച്ചിട്ട് പോകുന്നില്ല. ഓടിച്ചിട്ട് പോകുന്നില്ല, നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുക. അവിടെ കൃഷി ചെയ്താൽ ഒന്നും കിട്ടൂലല്ലേ? കൃഷി ഞങ്ങൾ ചെയ്യലേ ഇല്ല, ഇപ്പം നിർത്തിയില്ലേ? നിർത്തി. ഓ, കൃഷി നിർത്തി. അത് ആ പോസ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടോ? പച്ച പോസ്റ്റ് കൊമ്പ് കൊണ്ട് കൂത്തിയുണ്ടോ, തൊലി മുഴുവൻ പൊളിച്ചുണ്ടോ? ഇതൊക്കെ കാൽപ്പാടി. കാൽപ്പാട്. ഇതിലേക്ക് കയറി വരും. അതായത് അതിൻ്റെ ഇടയിൽ കൂടിയാണ് വരിക, കമ്പിൻ്റെ ഇടയിൽ കൂടി വരും, ഇതിൽ കയറി വരും. മെയിൻ വഴി ഇത് അവിടെയാണ്. ഇതുണ്ടോ, ഇതവിടെ സൈഡ് കണ്ടോ? ഇതാണ് അക്രമം, ചില്ലറ അക്രമമല്ലേ നിങ്ങളെ കൊണ്ട്. എന്നും പടക്കമൊക്കെ പൊട്ടിച്ച് വിളിക്കും. 6 മണിക്ക്, ഇന്നലെ 6 മണിക്ക് പോയി ഫോറസ്റ്റുകാർ വന്നു, പടക്കമൊക്കെ പൊട്ടിച്ച് കയറ്റി വിട്ട് അവർ പോയ പുറകെ ആന തിരിച്ച്. എല്ലാ ദിവസവും നേരം പോലത്തെ ഇന്ന് 8 മണിക്കാണ് ഈ ആന ഇറങ്ങിപ്പോയത് 4 ഞങ്ങൾ വീട്ടിലെ മുറ്റത്തൊക്കെ ഒരു 3 ആന മെഞ്ഞാന്ന് വന്നതാണ്. നമ്മൾ ഈ പണിയെടുക്കുന്ന ഇതിലൊക്കെ എപ്പോഴും സ്ഥിരം വരുന്ന ആന. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് നീർവാരം അടുത്തുള്ള അമ്മാനി, ആ പ്രദേശത്തുള്ള മണൽവയൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. 2 ആഴ്ചയ്ക്ക് മുന്നേ ഈ അമ്മാനി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരാന ഷോക്കേറ്റ് ചെരിഞ്ഞിരുന്നു. അതിന് ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് കാട്ടാന ശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാട്ടാന ശല്യത്തിൻ്റെ അതിരൂക്ഷമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് കർഷകർക്ക് നേരിടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കർഷകർ എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഇവിടെ കഴിയുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ മണൽവയൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ നമുക്കിനി ഇവിടെയുള്ള ഒരു കർഷകൻ്റെ ഒരു തോട്ടത്തിലേക്ക് നമുക്ക് പോകാം. എൻ്റെ പേര് തങ്കച്ചൻ അല്ലേ? ഈ ഒരു സ്ഥലമൊക്കെ ചേണ്ടിയാണോ? അത് പാട്ടത്തിനാണ്, നമ്മൾ ഫാം നടത്തുകയാണ്. ആണല്ലേ? ഫാം എന്ന് പറഞ്ഞാൽ ഈ പുല്ലിൻ്റെ അല്ല, പശു ഫാം. അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ പുല്ലൊക്കെ വളർത്തുന്നത്. പുല്ല് നമ്മൾ വളർത്തുന്നത്. ആണല്ലേ? ഇവിടെ സ്ഥിരം ആന ശല്യം അല്ലേ? ഡെയിലി 6 മണിയായ പുല്ലിൽ ആന. 6 മണിക്ക് വൈകുന്നേരം 6 മണിയായ പുല്ലിൽ 4 എണ്ണം 8 എണ്ണം 10 എണ്ണം. അവിടെയാണ് എല്ലാ ദിവസവും ആനയാണ്. എല്ലാ ദിവസവും നേരം പോലത്തെ ഇന്ന് 8 മണിക്കാണ് ഈ ആന ഇറങ്ങിപ്പോയത് 4 എണ്ണം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പുല്ലൊക്കെ? അപ്പോൾ എന്നും ഞങ്ങൾ ഫെൻസിങ് ആണ്, പിന്നെ അത് മാടത്തിൽ കാവലാണ്. 3 ആൾ കാവലാണ് മാടത്തിലല്ലേ. എന്നും പടക്കമൊക്കെ പൊട്ടിച്ച് വിളിക്കും. 6 മണിക്ക്, ഇന്നലെ 6 മണിക്ക് പോയി ഫോറസ്റ്റുകാർ വന്നു, പടക്കമൊക്കെ പൊട്ടിച്ച് കയറ്റി വിട്ട് അവർ പോയ പുറകെ ആന തിരിച്ച് പുല്ലിലേക്ക്. തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് ഉണ്ടല്ലേ? ഫോറസ്റ്റാണ് അത്. നല്ല തോടുണ്ടോ അതിൻ്റെ ഇടയ്ക്ക്? പുഴയുണ്ട്. അപ്പോൾ അത് വെള്ളം കുറഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങോട്ട് കയറി വരും. അല്ല, അവർ വന്നിട്ട് വെള്ളത്തിൽ കളിക്കും, വെള്ളം കുടിക്കും. ഇവിടെ വേറെ വെള്ളമില്ല, ഇവിടെയാണ് ചെക്ക് ഡാം ഉള്ളതുകൊണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ചത്ത ആന നമ്മൾ ഇതിൻ്റെ മേലെ ഇതിൽ തന്നെ കയറിപ്പോയി അല്ലേ? ഇതിൽ കയറിപ്പോയിട്ട് അവിടുന്ന്. ഇനി കാണാൻ പോകുന്നത് ഈ ചേട്ടൻ്റെ പറമ്പാണ് കേട്ടോ. നമുക്കിനി ഇവിടുത്തെ ഈ ആനശല്യത്തിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാകാനായിട്ടാണ് നമ്മൾ നേരിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഫാമിൻ്റെ ആവശ്യത്തിനായിട്ട് കൃഷി ചെയ്തെടുക്കുന്ന പുല്ലുകളാണ്, പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വളർത്തുന്നത്. ഈ പുല്ലിൻ്റെ പേരിനായിട്ടാ CO4 പുല്ലല്ലേ? ഈ ഒരു പുല്ല് ആണ് ഈ പ്രദേശം മൊത്തം നിങ്ങൾക്ക് കാണാം. കംപ്ലീറ്റ് ഇവർ വളർത്തിയെടുക്കുന്നതാണ്. ഇത് ഇന്നലെ രാത്രി വന്നിട്ട് പിടിച്ച. ഇതൊക്കെ ആന എല്ലാ ദിവസവും വന്ന് നശിപ്പിക്കേണ്ടതാണ്. ഇവിടെ ഇന്നലെ രാത്രി വന്ന നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇന്നലെ രാത്രിത്തെ കലാപരിപാടിയാണ് പറഞ്ഞത്. ആനയുടെ കംപ്ലീറ്റ് ഇവിടെയൊക്കെ അറച്ച് തിന്ന് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫെൻസിങ് ഇല്ലായിരുന്നോ? ഇതാ ഫെൻസിങ്ങൊക്കെ പൊട്ടിച്ചിട്ട് ഫെൻസിങ് നശിപ്പിച്ചല്ലേ? ഓ, ഇതല്ലോ, നമുക്ക് ഫെൻസിങ് ഇവിടെ കാണാം കേട്ടോ. ഫെൻസിങ് ഇത് ഈ കാണുന്ന ഫെൻസിങ്ങാണ്. ഫെൻസിങ് ആന തകർത്ത് കേട്ടോ. ഫെൻസിങ് എങ്ങനെ മറിച്ചിട്ടേ ആന? ഫെൻസിങ്ങൊക്കെ പോസ്റ്റ് ചവിട്ടി മറിച്ചിടും. ഇതാ ഇന്നലെ ഇവിടെ വന്നില്ലേ, ഫുള്ള് 6 മണിക്കുണ്ട് 4 എണ്ണം. പടക്കം പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ 8 എണ്ണം വന്ന് ഫോറസ്റ്റുകാർ വന്ന് ഓടിച്ചു വിട്ട് 4 എണ്ണത്തിന് കയറ്റി വിട്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ റോട്ടിൽ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. ആണല്ലേ? ഷോക്കൊക്കെ പൊട്ടിച്ചിട്ടേക്കുന്നുണ്ടില്ലേ? ഇന്നോ ഇതിലിറങ്ങി വന്നേ, രാവിലെ വന്നേ. കണ്ടാട്ടോ, ഇവിടെ പണിയെടുക്കുന്ന ചേച്ചിമാരാണ്, ഈ നാട്ടുകാരാണ്. ഇപ്പോൾ ചേച്ചിമാർ നമ്മൾ ഈ ക്യാമറയായിട്ട് കണ്ടപ്പോഴത്തേക്കും ചേച്ചിമാർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞു. ഇനി ചേച്ചിമാർ സംസാരിക്കും കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സുശീല. സ്ഥിരമായിട്ടുണ്ടോ ഇവിടെ ആനശല്യം? സ്ഥിരമായിട്ടുണ്ട്. എന്നും പ്രശ്നമല്ലേ? എന്നും പ്രശ്നമാണ്. എന്നും ഞങ്ങളെ തോട്ടത്തിൽ കൂടെ കയറി ഞങ്ങളെ പകുതിയും കാപ്പി ഞങ്ങളെ ആന വന്നിട്ട് ഒടിച്ച്. ആണല്ലേ? കാപ്പി കഴുങ്ങ് എല്ലാം ഒടിച്ചിട്ടുണ്ട്.
സ്ഥിരം വരുന്നതാ. ആണല്ലേ? ഒത്തിരി ഇപ്പം നേരത്തെ വരുന്നുണ്ട്. ഒരു 7:30 ആകുമ്പോഴേക്ക് തുടങ്ങും വരെ. ആണല്ലേ? രാവിലെ ആയിട്ടേ പോകുള്ളൂ. ഇന്നിപ്പോൾ രാവിലെ പുഞ്ചവെല്ല് ജംഗ്ഷനിലുണ്ടായിരുന്നു. അവിടുന്ന് അത് കഴിഞ്ഞേരെ പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് അവിടുത്തെ പിന്നെ അവിടെ തോട്ടത്തിൽ കൂടെ കയറിയിട്ടാണ് ഇന്ന് രാവിലെ ഒരു 8:30-9 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോയത്. ഞങ്ങൾക്കിങ്ങനെ പണിക്ക് വരും, ഇങ്ങനെ തൊഴിലുറപ്പിൻ്റെ ഇതിനൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് രാവിലെ. ഞങ്ങളെ വീട്ടിലെ മുറ്റത്തൊക്കെ ഒരു 3 ആന മെഞ്ഞാന്ന് വന്നതാ. പിന്നെ എന്ത് ചെയ്യാനാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ DFIനൊക്കെ വിളിച്ചു പറഞ്ഞതാണ്, മോൻ വിളിച്ചു പറഞ്ഞിരുന്നു. പിന്നെ അവർ പിന്നെ വിളിച്ചു പറഞ്ഞാലോ ഈ ഫോറസ്റ്റ് അവർ പിന്നെ രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് റോട്ടിൽ കൂടെ ലൈറ്റ് വിട്ട് വരുന്നത്. അങ്ങനെയല്ലേ വരുന്നുള്ളൂ. പിന്നെ ആ സമയത്ത് ആനയൊക്കെ തോട്ടത്തിലേക്ക് കയറി പോയിട്ടുണ്ടാവും. അപ്പോൾ അവരും ഇത് ഇങ്ങോട്ട് വരാതിരിക്കാനൊന്നും ചെയ്യുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അവരിപ്പോൾ നമ്മൾ പറയാന്നല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല. അവര് വരും, ഒരു 7:45 വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവർ വരും. റോട്ടിൽ പിന്നെ വണ്ടി ലൈറ്റ് ഇട്ട് വരും. അത് സമയം 12 മണിയൊക്കെ ആവും. ആ സമയത്തൊക്കെ വരുമ്പോൾ പിന്നെ ആന കയറിയൊക്കെ പോയിട്ടുണ്ടാവും. ആ സമയം കൊണ്ടെല്ലാം ഇന്നലെ 10 മണിക്ക് അവർ തിരിച്ചു പോയി. ആ സമയത്ത് തന്നെ ആന തോട്ടത്തിലേക്ക് കയറിപ്പോയി. നമ്മൾ ഈ പണിയെടുക്കുന്ന ഇതിലൊക്കെ എപ്പോഴും സ്ഥിരം വരുന്ന ആന ഈ തോട്ടത്തിലൂടെ. കടുവയില്ല, പിന്നെ മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട്. മാന്, കുരങ്ങ്. മാനുണ്ട്, പന്നി. കൃഷി ചെയ്താൽ ഒന്നും കിട്ടൂലല്ലേ? കൃഷി ഞങ്ങൾ ചെയ്യലേ ഇല്ല ഇപ്പൊ. നിർത്തി. കൃഷി നിർത്തി. ഓഹോ. നട്ട ഒരു സാധനം കിട്ടിയല്ലേ? എൻ്റെ മോൻ വരുമ്പോൾ രാത്രി 10-11 മണിയാവും. അപ്പോഴേക്ക് ആ ആനേൻ്റെ മുന്നിൽ പെട്ടിട്ട് തിരിഞ്ഞവൻ വന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ അടുത്തുനിന്ന്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ? അതേപോലെ ഇന്ന് ഒരു മോനെ, എൻ്റെ അനിയൻ്റെ മോനാണ്, പുഞ്ചവയലിൽ നിന്ന് ആനേനെ കണ്ടു. ഓൻ ബൈക്ക് നിർത്തിയിട്ട് ഓൻ പീടികയിലേക്ക് ഓടി ബൈക്ക് തട്ടിയിട്ടു. ആൾക്കാരെ അവിടുന്ന് ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും. ആനേനെ പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ രക്ഷയ്ക്ക് അത് ഓടുന്നു, നമ്മളെ രക്ഷയ്ക്ക് നമ്മൾ ഓടുന്നു. പക്ഷെ ഇങ്ങനെയാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഒരു പുഴയിൽ കുളിക്കാൻ പറ്റൂല. 6 മണിക്ക് ആന വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കാകെ വെള്ളം ഉള്ളത് പുഴയിലെ വെള്ളം. അപ്പോൾ കുളിക്കാൻ ഒരു നിവൃത്തിയില്ല. ആനനെ എങ്ങനെയാ വരുന്നതെന്ന് അറിയില്ല. ആന വരുന്ന ചാലിന്റെ അടുത്താണ് പുഴയുള്ളത്. തോടിനെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട്. അലക്കാനും കുളിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ദൂരേന്ന് വരുന്ന പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് എത്തിപ്പെടാൻ ഭയങ്കര വിഷമമാണ്. കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എല്ലാം ബുദ്ധിമുട്ടല്ലേ? ഇത് നളാന വന്നിട്ട് ചവിട്ടി പൊളിച്ചിട്ടാ പോസ്റ്റ് മറിച്ചിട്ടാ. ഇത് മറിച്ചിട്ട് അങ്ങനെ കമ്പി കളയോ അല്ലേ? കമ്പി കളയും. വേണ്ട, നിങ്ങൾക്ക് കാണാം. ആന ഇങ്ങനെ മറിച്ചിട്ടിട്ടാണ് ഈ ഇതുണ്ടോ, ഇങ്ങനെ കവുങ്ങ് മറിച്ചിടും, കമ്പി അങ്ങനെ പോവും, ഷോർട്ടാക്കും. അങ്ങനെയാണ് ആന ഇപ്പുറത്ത് കയറുന്നത് കേട്ടോ. ഭയങ്കര ബുദ്ധിയല്ലേ ഈ സാധനത്തിന്? ബുദ്ധിയാണോന്ന് ഇത് ഞങ്ങളിപ്പോൾ ഫെൻസിങ് ചെയ്ത് മാറ്റിയിടുകയാണ്. ഇപ്പോൾ പുതിയ ഫെൻസിങ് ഇടുക ആണല്ലേ? ഞങ്ങളിപ്പോൾ ഇതേപോലെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത്രയും കാലം നിന്നത്. പക്ഷേ ഇട്ടാലും പിന്നെ ആന കളയോ തന്നെയല്ലേ? അതുകൊണ്ട് ഒരു രക്ഷയില്ല. ഇപ്പോൾ അതാ ഞങ്ങൾ ഫെൻസിങ് വന്നു ആനയ്ക്ക് എത്താത്ത രീതിയിൽ ഹൈറ്റിലിടുക, പണിയെടുത്തോണ്ട് മറ്റേ തൂങ്ങി കിടക്കുന്ന ടൈപ്പ് മൊത്തം ഉണ്ടോ ഇതുപോലത്തെ പുല്ല് കൃഷി കേട്ടോ. ഇവിടെ ആന സ്ഥിരമായിട്ട് ഇറങ്ങി പോകുന്നത് അല്ലെങ്കിൽ കയറി വരുന്ന സ്ഥലം കേട്ടോ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ വന്ന് ഓടിച്ചിട്ട് പോകുന്നില്ല. ആന ഓടിച്ചിട്ട് പോകുന്നില്ല. നമ്മളെ നേരെ തിരിഞ്ഞ് നിൽക്കുക. അവിടെ 4 ആൾക്കാർ ഇന്നലെ വന്നിട്ട് പിന്നെ ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ചതിന് ശേഷമാണ് ഈ പുല്ലിനകത്ത് നിന്ന് പോയത്. ഇപ്പോൾ താഴെ കാണിച്ചാൽ അവിടെ ഇല്ല, 1 ഏക്കർ പുല്ല് തീർന്നു. 1 ഏക്കർ പുല്ല്. കാരണം എന്താ വെച്ചാൽ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇതുപോലെ തീറ്റയുള്ള സ്ഥലം വേറെ എവിടെ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ മാത്രമേ ഇവിടെ പുല്ല് നട്ട് വളർത്തുന്നു. ബാക്കിയുള്ള കൃഷിക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഇതുണ്ടോ ഫുൾ കാട് പിടിച്ച് കിടക്കണം കൃഷി സ്ഥലം. ഇതിപ്പോൾ നമ്മളെ ഈ ഫാം ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഈ പുല്ല് കൊടുത്തിട്ട് തന്നെ നമുക്ക് ലാഭമില്ല. പിന്നെ പുല്ല് വിലയ്ക്ക് വാങ്ങുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അതിലും ഭയങ്കര നഷ്ടമാണ് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സർക്കാരിൻ്റെ ഒക്കെ അനാസ്ഥയാണ് ശരിക്കും. എന്നുവെച്ചാൽ ഇവിടെ ഫെൻസിങ്ങും അതും ഇതൊക്കെ വരും, അത് വരും, ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ പണിയും കുറേ റോഡൊക്കെ വെട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. അതുകൊണ്ട് കമ്പിയൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. കമ്പിയൊക്കെ പൊട്ടിച്ച് ഈ കമ്പി ഇതൊക്കെ ഷോക്കിൻ്റെ കമ്പിയാണ്. ഇതൊക്കെ ഇന്നലെ രാത്രി പൊട്ടിച്ച് കയറിയത്. കമ്പി ചതറി കിടക്കും കേട്ടോ. ഇത് ഇന്നലെ പൊട്ടിച്ചാ? ഇത് ഇന്നലെ പൊട്ടിച്ചാ. പിന്നെ ഇതുണ്ടോ, ഇത് ഈ 1 ഏക്കർ പുല്ലില്ല, അത് ഫുള്ള് തീർത്ത്. ഇതിനകത്ത് ഇന്നലെ 6 മണിക്ക് ഇതിനകത്ത് ആനയാണ് വൈകുന്നേരം. ആന ഞങ്ങൾ 4 ആൾ വന്നിട്ട് ഓടിച്ചിട്ട് ആന ഇവിടെ പോകുന്നില്ല. എന്നിട്ട് തന്നെ ഫോറസ്റ്റുകാർ വിളിച്ച് ഫോറസ്റ്റുകാർ വന്നതിന് ശേഷം പടക്കം പൊട്ടിച്ചിട്ടാണ് ആനയിനകത്ത് മൊത്തം നശിപ്പിച്ചല്ലേ. കാരണം വെച്ചാൽ ഇത്രയും തീറ്റ അവർക്ക് കിട്ടുന്നതാണ്. കാട്ടി തീറ്റയില്ല. അപ്പം ഇങ്ങോട്ട് വരാൻ ഇതുണ്ടോ, ഇപ്പോൾ നമ്മൾ 1 ഏക്കർ പുല്ല് ഫുള്ള് ആന നശിപ്പിച്ച.
വാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാലോ വെച്ചിട്ടോ കംപ്ലീറ്റ് ഈ പ്രാവശ്യം കാണുന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെയൊക്കെ ആനപ്പിണ്ടം കിടക്കുന്നത് നമുക്ക് കാണാം. തെളിവിനായിട്ട് ആനപ്പിണ്ടം ഉണ്ട് കേട്ടോ. ആണല്ലേ. അതുപോലെ തന്നെ നമ്മളെ ഈ പൈപ്പൊക്കെ വലിച്ച് ചുരുട്ടി കൂട്ടി നശിപ്പിക്കുക. എന്ത് സാധനവും പൈപ്പ് നശിപ്പിക്കുന്നുണ്ട്. ഈ പൈപ്പൊക്കെ ഒടിച്ച് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിടും. പൈപ്പ് എന്തിനാ നശിപ്പിക്കുന്നത്? പൈപ്പ് വെറുതെ വലിച്ച് തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് വലിച്ചിട്ടേ ഇതുണ്ടോ ഇതൊക്കെ ചവിട്ടി കൂട്ടി. ഇതുണ്ടോ നേരെ കിടന്ന പൈപ്പ്, അതുണ്ടോ വലിച്ചതാ പൈപ്പൊക്കെ ഉണ്ടോ. ഓ, മനുഷ്യന്മാർ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഉണ്ടോ ഇത് നേരെ ഇല്ലേ കിടക്കുന്ന പുല്ല. പൈപ്പ് മൊത്തം പറിച്ചൊക്കെ പൊട്ടിച്ച് നേരെ കിടന്ന പൈപ്പാലത്. ആ ഇത് നേരെതാ അങ്ങോട്ട് കിടക്കുന്ന പൈപ്പാണ്. ഇതിൻ്റെയൊക്കെ പൊട്ടിച്ച് ഇത് വലിച്ച് ചുറ്റി കൂട്ടി ഇട്ടേക്കുന്നുണ്ടോ. അതിൻ്റെ അകത്ത് ഇവിടെ വെള്ളം പോകുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഇല്ല, വെള്ളം നമ്മൾ അടിക്കുന്ന സമയത്ത് വരുള്ളൂ. ഇപ്പൊ വെള്ളം ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ഇതൊക്കെ വലിച്ച് കൂട്ടി എത്രങ്ങാനും പൈപ്പ കളയുന്നതെന്നറിയോ. ഇതുണ്ടോ ഇതൊക്കെ ഇതെവിടെ സൈഡ് കണ്ടോ. ഇതാണ് അക്രമം, ചില്ലറ അക്രമമല്ല നിങ്ങളെ കൊണ്ട്. വേറെ ഇനി അങ്ങോട്ടാ കയറി വരുന്ന വഴി ഇതവിടെ വല്ലാത്ത അവസ്ഥ കേട്ടോ. ഇത് നമുക്ക് ഒരാഴ്ച തിന്നാൻ കൊടുക്കണ്ടേ. ട്രെഞ്ച് മൂടിയിട്ട് രണ്ടാമത് ട്രെഞ്ച് മൂടിയിട്ട് ഇവർ ഫെൻസിങ്ങിനുള്ള റോഡ് വെട്ടിയിട്ടേക്കുക. ഫെൻസിങ് ആയിട്ടുമില്ല. ഫെൻസിങ് ആയിട്ടുമില്ല. അപ്പോൾ ഇപ്പൊ 2 വർഷമായി അവർക്ക് പറയാൻ തുടങ്ങി. നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ നേരെ തിരിഞ്ഞു നിൽക്കുക. ആണല്ലേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതുണ്ടോ ഷോക്ക് ലൈൻ ഇട്ട ഷോക്കിൻ്റെ പോസ്റ്റും എല്ലാം പൊട്ടിച്ച് ഈ മറ്റേ കവുങ്ങെടുത്ത് അതിൻ്റെ പുറത്തൊക്കെ അങ്ങ് ഇടൂലേ. ഇതെടുത്ത് ചവിട്ടി ഒടിച്ചിടും. അത് ആ പോസ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടോ പച്ച പോസ്റ്റ് കൊമ്പ് കൊണ്ട് കൂത്തിയുണ്ടോ തൊലി മുഴുവൻ പൊളിച്ചുണ്ടോ. അത് പറയാത്തതുകൊണ്ട് ഇപ്പുറത്ത് വന്ന് കഴുങ്ങ് പൊട്ടിച്ചു. ഇറങ്ങി കാൽപ്പാടി. കാൽപ്പാട് ഇതാ ഇതിലെ വരും. അതിന് മെയിൻ വഴി കാണിച്ചു തരാം. കാൽപ്പാട് നിങ്ങൾ കണ്ടോ, വലിയ ആനയാണ്. വലിയ ആനയെന്നോ ഈ മാടത്തിന്റെ അത്ര ഹൈറ്റ് ഉണ്ട് ആന വരുന്ന സാധനം. ഇതിലേക്ക് കയറി വരും. അതിന്റെ ഇടയിൽ കൂടിയാ വരിക. അതിലിറങ്ങി വരുന്നത്. കമ്പിന്റെ ഇടയിൽ കൂടി വരും. ഇതിലെ കയറി വരും. മെയിൻ വഴി അത് അവിടെയാ. എല്ലാം അതാ ബേഗിൽ ഒന്നിനും കൊമ്പില്ല. അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് വിട്ടു ഇപ്പൊ കാച്ചു കൊടുക്കുന്ന അതിന്റെ ഇടയ്ക്ക് മേലേക്ക് വിട്ടു അങ്ങോട്ട് വിട്ടാ അതിലെ വിട്ട് തിരിച്ചിറങ്ങി പോയതില്ല. 4 8 മണിക്കാ പോയത്. ആളുണ്ട്, ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. എറണാകുളത്തിൽ ഞങ്ങൾ 3 ആള് കാവലുണ്ട് ഇവിടെ. എന്ത് ചെയ്യാനാ? നടന്നൊരു വഴിയായില്ലേ. ഉള്ളു അവര് റൂട്ടാണിത്. വഴിയല്ല, വഴി മെയിൻ വഴി കാണിച്ചാൽ അപ്പുറത്ത് ഫോറസ്റ്റ് ആട്ടോ. ഇതിലാണ് ഇങ്ങനെ കയറി വരുന്നത്. മെയിൻ വഴി കാണിച്ചാൽ അത് അവിടെയാണ്. ഒരു വഴി കൂടെ ഉണ്ടല്ലേ. അത് ഇരട്ടി ഡബിൾ പണിയാണ് ഇനി. മൊത്തം നശിപ്പിച്ചല്ലേ. ഇത് പശുവിന് കൊടുക്കാൻ പറ്റില്ല, അവർ തൊട്ടത് കൊടുക്കാൻ പറ്റില്ല. ഓ അതെന്താ? അത് പനി പിടിക്കും പശുവിന്. ആന പിടിച്ച പുല്ല് പശ അത് ഈ പുല്ല് മാറ്റി കഴിഞ്ഞാല് അത് നന്നായി തിന്നു കഴിഞ്ഞാല്. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഈ പുല്ല് വെട്ടിട്ട് ഇതിപ്പോ നമ്മള് നല്ല പുല്ലാണല്ലോ വെട്ടി പശുവിന് കൊടുക്കാന്ന് പറഞ്ഞാൽ പശുവിന് പനി പിടിക്കുന്ന കേട്ടോ. പശുവിന് പനി പിടിക്കും, പെട്ടെന്ന് പനി പിടിക്കും. ഓ അത് പുതിയൊരു അറിവ് കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ കയറി പോകുന്നുണ്ടെന്നല്ലേ. ഇത് വഴി കാണിച്ചാൽ അതുണ്ടോ കമ്പിയൊക്കെ പൊട്ടിച്ചതാ. എല്ലാ കമ്പിയും ഇതാ ഫുള്ള് ഇതാണ്ടോ മെയിൻ റോഡ്. ഇത് അപ്പോൾ കറണ്ട് ഉള്ള കമ്പിയാണ് ഇത് നശിപ്പിക്കുന്നത്. ഷോക്ക് ലൈനുള്ള കമ്പി ഇതാണ് വരുന്ന വഴി. ഉണ്ടോ അതുണ്ട്. അതൊക്കെ അവിടെ നിന്ന് മണ്ണ് ഇടിച്ചിട്ട് പുറത്തിടുന്ന കളി ആണല്ലേ. ഇത് മൊത്തം ആന കളഞ്ഞാലേ. ഇതാ
അതേ ലെവലിൽ നിന്ന പുല്ലാട്ടോ ഇതാ വരുന്ന വഴി കാണിച്ചുതരാം. ഇവർ ചെത്തിയെടുത്തൊന്നും അല്ല കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. മൊത്തം പറിച്ചാണ് ഇട്ടേക്കുന്നത് കംപ്ലീറ്റ്. അതെ അതെ അതെ, ഇതുണ്ടോ, ഇതാണ് മെയിൻ വഴി. ഇതിലാണ് വരുന്നത് കേട്ടോ ആന വരുന്ന മെയിനായിട്ടുള്ള വഴി. പകല് കാണുമല്ലോ അല്ലേ? പകല് ഇന്നിപ്പോൾ 8 മണിക്കാണ് നാളിൽ ഇറങ്ങിപ്പോയത്. അതാ ഇവരിങ്ങനെ അതെ, ഇതാ അവരുടെ വഴിയാണിത്. ഇതിലെ തോട്ടത്തിൽ കയറുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ പുല്ലുള്ളതുകൊണ്ട് അതിൽ കയറൂല, ഇതിലെ വന്നിട്ടാണ് കയറുക. ഇങ്ങനെയല്ല ഈ വഴിയല്ലേ വരുന്നത്? ഇതാ ഇതിൽ പിന്നെ അങ്ങോട്ട് നമ്മളിവിടെ പറക്കം പൊട്ടിക്ക് വെയിലെ വിടും. ഓഹോ, അങ്ങനെ സ്ഥിരം വന്ന് വഴിയായതല്ലേ? ഇതാണ് സ്ഥിരം വന്ന് ഇവിടെ വരുന്ന മെയിൻ റോഡാണ് ഇത് അവരുടെ. എല്ലാ ദിവസവും ഉണ്ടല്ലേ? അതായത് അവർ ഇവിടെ സ്ഥിരമാക്കി, നാട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ഇങ്ങ് പോയോ. ഇതുണ്ടോ അവർ വരുന്ന മെയിൻ വഴിയാണിത്. അതായത് മണൽവയൽ മാരാർക്കടവ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ജനങ്ങളും ഉണ്ടാവില്ല, അറിയാത്ത ആൾക്കാരും ഉണ്ടാവില്ല. മാരാർക്കടവ്? മാരാർക്കടവ്, മണൽവയൽ മാരാർക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇതിലാണ് ആന വരുന്ന റോഡ്. ഇതുണ്ടോ ആന അതിലാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി ഇങ്ങനെ വന്ന് ഇതോ കണ്ടോ, സ്ഥിരം വഴി കേട്ടോ. അപ്പുറത്തും ഉണ്ടോ ഒത്തിരി ആനപ്പിണ്ടം കാണാമല്ലോ അവിടെ. ഭയങ്കര വലിപ്പമുള്ള ആനകളാണ്. ഇപ്പോൾ തിരിഞ്ഞ് നിൽക്കുകയാണ് നമ്മളെ നേരെ ആന. വൈകുന്നേരം ഇന്നലെ 6 മണിക്ക് 4 വന്നിട്ട് ഞങ്ങൾ ടോർച്ചടിച്ച് വന്ന് ഒച്ചപ്പാടുണ്ടാക്കി പാട്ട കൊട്ടിയിട്ട് ഒരു അനക്കമില്ല ആനയ്ക്ക്. അവസാനം ഫോറസ്റ്റുകാരെ വിളിച്ച് ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ചതിന് ശേഷമാണ് ആ പുല്ലിനകത്ത് നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവർ പടക്കമൊക്കെ പൊട്ടിച്ച് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ട് 8 പുല്ലിനകത്ത്. രാത്രി ഒരു 10:30 ആയപ്പോൾ പിന്നെ അടുത്ത സെറ്റ്. ഇതിലൊരു 10-20 ഇതിൽ നേരെ കയറി പോകുന്നത് വഴിയാണ്. പല സ്ഥലത്തേക്ക് പോകാല്ലേ ഇതിൽ കയറി, ഇതാണ് അവരുടെ മെയിൻ വഴി. ഇതിലാണ് തിരിച്ചും വരിക. പോയി നേരെ ഇതിലെ പോയി നേരെ പനമരം എത്തും. ഇതിലെ കയറി പോയിട്ടാണ് പനമരം വരെ എത്തും. ഇതിൽ പുഞ്ചവയലിൽ നിന്നിപ്പോൾ പകൽ ആന കണ്ട് ചെക്കനെ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടി തട്ടിയിട്ടെന്ന് പറയുന്നത് ഇവർ ഇറങ്ങി പോകാൻ താമസിച്ചുകൊണ്ട് സംഭവിച്ചാണ്. അല്ലെങ്കിൽ അവരൊരു നേരം വെളുക്കുന്ന സമയത്ത് 5:30-6 മണിക്ക് ഇറങ്ങിപ്പോവും. ഇന്നത് 8 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. ഇതൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, ഫോറസ്റ്റിനെ കഴിഞ്ഞ് ബാക്കിയായി ഇപ്പോൾ. എന്നുവെച്ചാൽ എല്ലാവരും ഉപേക്ഷിച്ചു, എല്ലാവരും ഉപേക്ഷിച്ച് പോവുക. കാരണം എന്താ വെച്ചാൽ എന്തിപ്പോൾ നമ്മളിപ്പോൾ ഉപേക്ഷിച്ച് പോകാത്തതെന്ന് വെച്ചാൽ നമുക്ക് പശുക്കളുള്ളതുകൊണ്ട് ഇപ്പോൾ പശുക്കളെ വിറ്റ് ഒഴിവാക്കി പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. ഇപ്പോൾ ഇത് 10-60 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഫാമും പരിപാടിയൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ ഇത് ലോൺ അടിക്കണ്ടേ? ഇതിപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ 50-60 ലക്ഷം രൂപ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഷോക്ക് ലൈൻ ഇട്ട് കഴിഞ്ഞാലും ഷോക്ക് ലൈനൊക്കെ പൊട്ടിച്ച് പോസ്റ്റൊക്കെ ചവിട്ടി മറിക്കുക, കയറുക. അവർക്കത് പ്രശ്നമായി. പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയ ഷോക്ക് ലൈൻ മാറ്റിയിടുകയാണ്. ഇനി അതെന്താവും, അതിപ്പോൾ പണിയെടുക്കുന്നതിന് വെറുതെ ആവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഹൈറ്റിലിട്ട് തൂക്ക് ലൈനായിട്ട് ചെയ്യുകയാണിപ്പം. പക്ഷെ അത് നാളെ ഇപ്പോൾ ചവിട്ടി പൊട്ടിക്കോ അല്ലെങ്കിൽ വലിച്ചു പൊട്ടിക്കോ ഒന്നും പറയാൻ പറ്റില്ല. അതേ അക്രമമാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഇതിന് മുന്നേ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇതൊക്കെ കൃഷി ചെയ്തുകൊണ്ട് ഇതൊക്കെ കഴുകും തോട്ടായിരുന്നു, കഴുകും തെങ്ങായിരുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ നോക്ക്. മൊത്തം തെങ്ങുള്ള സ്ഥലമായിരുന്നു. തെങ്ങും കഴുകും. അത് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കാണാം കഴുകൊക്കെ പൊടിച്ചിട്ടേക്കുന്നത്. തെങ്ങ് മൊത്തം കളഞ്ഞല്ലേ? പറയല്ലേ, അവിടെ നിന്ന് വന്നാലും ഇതിൽ വന്നാലും എങ്ങനെ ഇവിടെ വന്നിട്ട് ഇതിലാ പോവാ. ഇതിലെ അതുണ്ടോ നേരെ ഇങ്ങോട്ടാ വരുന്നത്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതിലെ വാ, വീടിന്റെ ഗ്യാപ്പ്. തോട്ടം കാണിച്ചു തരാം. ഇതേട്ടാ പോകുന്നത്. ഇതാ ഇതുപോലത്തെ കഴുകും തോട്ടമായിരുന്നു, കഴുകും തെങ്ങും. ഇതുപോലെ ഇങ്ങോട്ടൊരു സാധനമില്ല. കാരണം വെച്ചാൽ വെച്ചിട്ട് കാര്യമില്ല ഇതുങ്ങളെ കൊണ്ട്. അതുകൊണ്ടാണ് ആരും കൃഷി ചെയ്യുന്നില്ല, എല്ലാവരും ഉപേക്ഷിച്ച് പോവുക. എന്നിട്ട് ഇപ്പോൾ കൂലിപ്പണിക്ക് പോവുക. അപ്പോൾ കിട്ടുന്ന പൈസ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കൃഷി എടുത്തിട്ട് ഒരു 10 റുപ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇത് കണ്ടില്ലേ, ഇതേപോലെ കഴുകും നല്ല തോട്ടമായിരുന്നു ഇതൊക്കെ. അതാണിപ്പോൾ ഈ മരുഭൂമി പോലെയായി കിടക്കുന്നത്. എന്ത് ചെയ്യും, കർഷകരെന്ത് ചെയ്യും? നമ്മൾ സർക്കാർ അത് കണക്ക് കൂട്ടണം. സർക്കാർ എന്തെങ്കിലും കർഷകന് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ട്രെഞ്ച് JCB വെച്ച് നികത്തി ഫുള്ള് നാഷണൽ പോലെ റോഡ് വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫെൻസിങ് വരും.
ആന വരില്ല, മൃഗങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ എന്താ, ആ വെള്ളം വരും ഇപ്പോൾ ഒന്ന് വന്നിടത്ത് പൊമ്പാണ് വരുന്നത്. കർണാടകത്തിലുള്ള ആന മൊത്തം ഇവിടെയുള്ള. ആണല്ലേ. ഇപ്പൊ ട്രെഞ്ചില്ല. ഈ ഫോറസ്റ്റ് ഏതാ, ഡിവിഷൻ ഏതാ? ഇത് നെയ്ക്കുപ്പ ഡിവിഷനാണിത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു ആന ഓടിച്ചിട്ട് ഒരാൾ കഴിഞ്ഞ ആഴ്ച മരിച്ചില്ലേ, 3 ദിവസം മെഡിക്കൽ കോളേജിൽ കടന്നിട്ട് കമ്പിയിൽ കുടുങ്ങി മുറിയായിട്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത്, ഈ പുഴേൻ്റെ തൊട്ടപ്പുറത്ത്. അതാണ് അവസ്ഥ. മറ്റേ ആ ചത്ത ആന ഇതിൽ തന്നെ ആയിരിക്കുമല്ലോ കയറി ഇതിലെ കയറി പോയിട്ട് ഇറങ്ങിപ്പോയത് ആ വഴിക്ക് അപ്പുറത്തൂടെ ഇറങ്ങി പോയപ്പോഴാണ് ശരിക്കും സംഭവിച്ചത്. റൂട്ട് ഇത് കഴിഞ്ഞിട്ട് അമ്മാനി ഉണ്ട്. ഇവിടെ ഇറങ്ങാത്ത ദിവസം അവിടെ ഇറങ്ങും, അവിടെ ഇറങ്ങാത്ത ദിവസം ഇവിടെ ഇറങ്ങും. അതാണ് തിരിച്ചും മറിച്ച്. ഒരു രക്ഷയില്ല. പുല്ല് നശിപ്പിക്കാനൊന്നും കിട്ടൂല്ലേ? ആര് തരാന്? കിട്ടുന്നില്ല. ഒരാൾ ഒരു സാധനം തരില്ല. ആരുടെ ഇതാണ് പുല്ല് നശിപ്പിക്കുന്നതിന് കഴിഞ്ഞ നഷ്ടം ഞങ്ങൾക്ക് പൈപ്പാണ്. സ്പ്രിംഗ്ലറിന്റെ പൈപ്പ് എത്ര പൈപ്പാണ് നശിപ്പിക്കുന്നതെന്നറിയോ? ഇത് ഒരു രക്ഷയില്ല എന്ന് പറയാം. ഇതിപ്പോൾ നമുക്ക് ഇട്ടിട്ട് പോകാനും പറ്റാത്തത് കൊണ്ട് മാത്രം നമ്മളിതിങ്ങനെ കാവിലും കടന്നിട്ട് ചെയ്യാണ്. അല്ല, മെയിൻ സർക്കാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്തത്, ആനിനെ പുറത്തേക്ക് കടക്കാണ്ട് സംരക്ഷിക്കുക. അതാണ് മെയിൻ. അല്ല, ഈ പുല്ല് പോയി തിന്ന് നശിപ്പിച്ച ചോളം ഇറക്കുമ്പോൾ നമുക്കത് ലാഭമില്ലാന്നേ. ഇതാണോ, ഈ സൈഡും ഫുള്ള് തീർത്തു. എല്ലാവരും ഉപേക്ഷിച്ചു, പോയില്ലേ? നമ്മളിപ്പോൾ ഈ പശു ഉള്ളതുകൊണ്ട് മാത്രം ഇതിങ്ങനെ നിലനിർത്തുന്ന. ഇപ്പൊ വീടുകളും തീരെ ഇല്ലല്ലേ ഇവിടെ? ഇതൊക്കെ വീട് തന്നെയല്ലേ? ഞാൻ വരുന്ന വഴിക്കാണ് മിക്ക വീടുകളും അടച്ചു പൂട്ടി കിടക്കുന്ന രീതിയിലാണ്. ഇതാണ് ഇവർ പോകുന്ന മെയിൻ റോഡ്. ഇതിലെ കയറുക, തോട്ടത്തിലേക്ക്, പിന്നെ പോവുക. പോകാനല്ലോ ഇവിടെ കാണാം കേട്ടോ. ഇന്ന് രാവിലെ ഇതിലെ കയറി പോയതാണ്. എല്ലാ ദിവസവും ഇതിലെ തന്നെ കേട്ടോ കയറി പോകുന്നത്. ഇതിലെ പോയി നേരെ മെയിൻ റോഡിലേക്ക് ഇറങ്ങി അപ്പുറം അങ്ങനെ പനമരം വരെ പോകുന്ന കേട്ടോ. ഇതാണ് അവരുടെ മെയിൻ വഴി. ഇവിടെയൊക്കെ കമ്പി പൊട്ടിച്ചിട്ടേക്കാം, ഒരു രക്ഷയില്ല. കമ്പി പൊട്ടിച്ചിട്ടേക്കുന്നതായിരിക്കും. കമ്പി പൊട്ടിച്ചതാ, പൊട്ടിക്കൽ തന്നെ പണി. ഇത് ലൂസായില്ല. അല്ല, വെറുതെ നിൽക്കട്ടെ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? അവനതിൽ വരുമ്പോഴേ ഒരു കമ്പി കാണുമ്പോൾ ഒന്ന് ബ്രേക്ക് ഔട്ടുമല്ലോ. ഇതൊക്കെ നല്ല കൃഷി ചെയ്യുന്ന പാടങ്ങളായിരുന്നു. ഇതൊക്കെ കണ്ടോ, നെല്ലായിരുന്നു. നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലം എല്ലാം നിർത്തിയില്ല, എല്ലാവരും നിർത്തി. നെൽപ്പാടാട്ടോ ഈ കാണുന്നത്. കംപ്ലീറ്റ് എല്ലാവരും നിർത്തി. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. അത് ഒന്നും കിട്ടുന്നില്ല. അതാണ് മിക്കവാറും പേരും കൃഷിയും നിർത്തി. മണൽവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇത്ര നേരം ഉണ്ടായിരുന്നത്. നിങ്ങളിപ്പോൾ ഇവിടുത്തെ ആ ഒരു ഭീകര ദൃശ്യങ്ങളൊക്കെ കണ്ടു. ആനകൾ ഇവിടെ സത്യം പറഞ്ഞാൽ പൂണ്ട് വിളയാട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിയാകുമ്പോൾ കൃത്യം ഇവിടെ ആന ഉണ്ടാകുമെന്ന് പറഞ്ഞ് ടൈം ടേബിൾ പോലെയായി. ആനകൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നാട്ടിലെ ഭക്ഷണം തന്നെ കഴിച്ച് പഠിച്ചു പോയി. അതെ, ചക്കയും മാങ്ങയും ഇപ്പോൾ ഈ പുല്ലും അതുപോലെ തന്നെ നെല്ലും തെങ്ങും കവുങ്ങും എല്ലാം വാഴയും. അപ്പോൾ നാട്ടിലുള്ള സകല സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ണൂർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണാം അണ്ടി മൊത്തം ആന തന്നെയാണ് എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ എല്ലായിടത്തും എന്ത് കൃഷി ചെയ്താലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്താണെങ്കിലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാട് പോലെയായി. പല ആൾക്കാരും കൃഷി ഉപേക്ഷിച്ച് വീട് വരെ ഉപേക്ഷിച്ച് സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് എല്ലാവരും ഇവിടുന്ന് ഒഴിവാവുകയാണ് എല്ലാവരും. അപ്പോൾ കാരണം അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ കുറേ മടുത്ത് കഴിയുമ്പോൾ തന്നെ ഇട്ടിട്ട് പോവുകയാണ്. പിന്നെയും പിടിച്ച് നിൽക്കുന്നത് അത്യാവശ്യം പിടിച്ച് നിൽക്കാനും ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാർ മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ. അവരും എത്ര കാലം നിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. ആനകൾ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കർഷകർ കൃഷി ഉപേക്ഷിച്ച് പോവുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മിക്കവാറും ആൾക്കാരും പറയുന്നത് തന്നെയാണ്, കൃഷി ഉപേക്ഷിക്കുകയാണ് മിക്കവാറും ആൾക്കാർ. ഈ ഒരു കണക്കിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ കൃഷിയില്ലാതാവും. നമ്മൾ മൊത്തം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമായി മാറും തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ബാക്കിയുള്ള അവശേഷിക്കുന്ന കർഷകരെയെങ്കിലും നിലനിർത്താനുള്ള എന്തെങ്കിലും ഒരു പരിപാടി വരുന്ന സർക്കാരുകളൊക്കെ ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഇനിയും എല്ലാവരും നേരിടാൻ പോകുന്നത്. ഈ വന്യമൃഗങ്ങളെ കൊണ്ട് ശല്യം നേരിടുന്ന ആൾക്കാർ മാത്രമല്ല, പുറത്തുള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇതുകൊണ്ട് ബുദ്ധിമുട്ടാൻ പോവുകയാണ്. കൃത്യമായിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ആനിങ്ങനെ ഇറങ്ങുന്നത് എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവുണ്ട്. കാട്ടിൽ തീറ്റയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തെ കാരണം. മിക്കവാറും സ്ഥലത്തും തേക്കും മറ്റ് സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് കാട്ടിൽ സ്വാഭാവികമായിട്ടുള്ള തീറ്റകളൊന്നും മൃഗങ്ങൾക്കില്ല. അപ്പോൾ
ആനകൾ അത് കിട്ടുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി പഠിച്ച് ശീലിച്ച് പോയി. ഇപ്പോൾ ആനകൾക്ക് നാട്ടിൽ നിന്ന് തന്നെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ അവർ ഇറങ്ങാതെ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ അത് കൃത്യമായിട്ട് നടക്കുന്നില്ല. പല സ്ഥലത്തും ഫെൻസിങ്ങും കാര്യങ്ങളും ഇല്ല. ട്രെഞ്ചൊക്കെ മൂടിക്കളഞ്ഞെന്ന് ഇപ്പോൾ അവർ പറഞ്ഞ്. ഇപ്പോൾ ഫെൻസിങ്ങും കൃത്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഇപ്പോൾ ഫെൻസിങ് ചെയ്താലും അതുപോലും ആന പൊട്ടിച്ച് കളയുകയാണ്. ദുരിതപരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് ഇവിടെയുള്ള കർഷകർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അവരുടെ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്